മോർണിംഗ് ഷോയിൽ ഇനി അതിഥികൾക്കുള്ള സമയമാണ്. ഇന്ന് മോർണിംഗ് മുഖത്തിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് ബച്ചു ചെറുവാടി, ഒരു മാധ്യമപ്രവർത്തകനാണ്. അതിലുപരി അദ്ദേഹം ബേണിംഗ് പാരഡൈസ്, കത്തിയിരിയുന്ന സ്വർഗം എന്ന പേരിൽ വയനാടിൻ്റെ കഥ പറയുന്ന ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കിയിട്ടുണ്ട്. ബേണിംഗ് പാരഡൈസിൻ്റെ വിശേഷങ്ങളിലേക്കും ബച്ചു ചെറുവാടിയുടെ വിശേഷങ്ങളിലേക്കും എത്താം. സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. നമസ്കാരം. ആദ്യം തന്നെ ബേണിംഗ് പാരഡൈസ്, ആ പേരിൽ തന്നെ പറയുന്നുണ്ട് വയനാടിൻ്റെ കഥ പറയുമ്പോൾ ഏറ്റവും ആപ്റ്റായൊരു പേരാണ് ഇപ്പോഴത്. കാരണം ഒരു കാലത്ത് സ്വർഗ്ഗസമാനമായി കണ്ടിരുന്ന ഒരു സ്ഥലം ഇന്ന് അതിൻ്റെ എത്രത്തോളം അവശതയിലേക്ക് എത്താമോ അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുകയാണ്. എന്താണ് ഈ ആശയത്തിന് പിന്നിൽ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആശയം എടുത്തത്? ആശയമെടുക്കാൻ കാരണം, വയനാട് തിരഞ്ഞെടുക്കാൻ കാരണം പശ്ചിമഘട്ട മേഖലയിലാണ് ഈ അടുത്ത കാലത്തുണ്ടായ കാലാവസ്ഥാ വ്യതിയാനം വളരെ രൂക്ഷമായിട്ട് ബാധിച്ചത്. ആ മേഖലയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം മൊത്തത്തിൽ കേരളത്തെ തന്നെ ബാധിക്കും. കാരണം മിക്ക നദികളും പശ്ചിമഘട്ട മേഖലയിൽ നിന്നാണ് വരുന്നത്. വയനാട് എനിക്ക് നേരത്തെ അറിയുന്ന സ്ഥലമാണ്. അവിടുത്തെ മനോഹരമായ കാഴ്ചകളും കാലാവസ്ഥയൊക്കെ തന്നെ എല്ലാവരെയും അതൊരു സ്വർഗീയമായ ഒരു അനുഭൂതിയാണല്ലോ. പക്ഷേ ഈ അടുത്ത കാലത്ത് കാലവർഷവും ഉണ്ടായില്ല, അത് തൊട്ട് പിന്നാലെ വരുന്ന മഴകളും ഉണ്ടായില്ല. ഇത് വയനാടിനെ വളരെ ഭീകരമായി ബാധിച്ചു. അവിടെ ഇവിടുത്തെ പോലെയല്ല, കൂടുതൽ നെൽകൃഷിക്കാരുള്ളൊരു സ്ഥലമാണ്. നെൽകൃഷി ഉപജീവനമായിട്ട് എടുക്കുന്ന ഒട്ടേറെ ദരിദ്ര കർഷകരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ മഴക്കുറവ് കാരണം ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷി ഉണങ്ങിപ്പോയി എന്നുള്ളത് കേട്ടപ്പോൾ, അത് പത്രവാർത്തയായിട്ട് വന്നിരുന്നു. അത് കേട്ടപ്പോൾ ആണ് ഈ ഒരു മാറ്റത്തെക്കുറിച്ച് വയനാടിനെ കേന്ദ്രീകരിച്ചിട്ട് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എത്ര കാലത്തെ ഒരു മുന്നൊരുക്കമാണ് ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി നടത്തിയത്? ഞാനിത് പൂർത്തിയാക്കിയത് 6-7 മാസം കൊണ്ടാണ്. അപ്പോൾ ആ സമയത്ത് കുറേ സയൻറ്റിസ്റ്റുകളെ കണ്ടു, കുറേ കർഷകരെ കണ്ടു, പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകരെ കണ്ടു. അങ്ങനെയാണ് ഡീറ്റെയിൽസ് എടുത്തത്. എടുത്തതിന് ശേഷം പിന്നെ ഇടയ്ക്കിടെ എൻ്റെ ഒഴിവ്, ഞാൻ പത്രത്തിൽ ജോലിയാണ്, ആ ഒഴിവ് കൂടി വെച്ച് ഇടയ്ക്കിടെ വയനാട്ടിൽ കയറും. വയനാടിൻ്റെ വിവിധ സ്ഥലങ്ങളിലാണ് ഓരോ പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ഇപ്പോൾ പനമരത്ത് നെൽകൃഷി നശിച്ചതെങ്കിൽ പിന്നെ നമ്മുടെ പുൽപ്പള്ളി ഭാഗത്താണ് കബനിയുടെ ഏറ്റവും ഭീകരമായ ദൃശ്യം. കബനി വരണ്ട് കിടക്കുന്നത് കാണാം. അങ്ങനെ വിവിധ മുത്തങ്ങ ഫോറസ്റ്റ് വരണ്ടുണങ്ങി ജീവികളെല്ലാം വെള്ളം പോലും കിട്ടാതെ കഷ്ടപ്പെടുന്നത്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നിട്ട് ഇതിന് വിഷ്വൽസ് എടുക്കാം. സത്യത്തിൽ കർഷകരുടെ ജീവിതമാണ്. കാർഷിക വൃത്തിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വലിയ വിഭാഗം വയനാട്ടിലുണ്ട്, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ. അവരുടെ ജീവിതത്തിന് കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ സമാന്തരമായി തന്നെ വരുന്ന ചില വികസന പദ്ധതികളും അവരെ വലിയ തോതിൽ തന്നെ അവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അത്തരം വിഷയങ്ങളെല്ലാം ഇതിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു വലിയൊരു പ്ലോട്ടായി മാറുകയാണ്. വയനാട് എന്ന് പറയുന്നൊരു ചെറിയ പ്രദേശത്തിൻ്റെ കഥ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം മനുഷ്യത്വത്തെക്കുറിച്ചും ഒരു സമൂഹത്തിനെ കുറിച്ചും പറയുകയാണ്. അത്തരം ഒരു വലിയ വിഷയം പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധ പല ഘട്ടങ്ങളിലേക്ക് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് അതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഈ ഒരു ചെറിയ സമയത്തിനുള്ളിലേക്ക് ഒതുക്കി തീർത്തത്? അതൊരു വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, വയനാട്ടിൻ്റെ വിഷയങ്ങൾ, ഓരോ വിഷയം തന്നെ ഓരോ മണിക്കൂർ ഡോക്യുമെൻ്ററിക്കുണ്ട്. കാരണം അവിടുത്തെ ഫോറസ്റ്റിൻ്റെ നാശം, അവിടുത്തെ ഫോറസ്റ്റ് 57-ലെ സർക്കാർ ഗോളിയോറൻസ് വന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് മുള വെട്ടിമാറ്റി. ആ മുള തെയ്യാത്ത സമയം വന്നപ്പോൾ പിന്നെ അക്കേഷ്യ അത്തരം മരങ്ങൾ വെച്ചു പിടിപ്പിച്ചു. ഇത് ഫോറസ്റ്റിനെ വല്ലാതെ ബാധിച്ചു. ഫോറസ്റ്റിലെ പിന്നെ അവിടെ ജലലഭ്യത കുറഞ്ഞു വലിയ തോതിൽ. ഇപ്പോഴും അക്കേഷ്യയും പിന്നെ യൂക്കാലിപ്റ്റസൊക്കെയാണ് ആ ഫോറസ്റ്റ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതെടുത്താൽ തന്നെ വലിയ ഒരു സബ്ജക്റ്റ് അത് തന്നെ ഉണ്ട്, ഒരു മണിക്കൂറിന്. പിന്നെ അവിടുത്തെ കൃഷിനാശം, ആദിവാസികളുടെ ജീവിത പ്രശ്നങ്ങൾ, അവിടുത്തെ നദികളുടെ നാശം. ഇപ്പോൾ കബനി കേരളം, തമിഴ്നാട്, കർണാടക, ഈ 3 സംസ്ഥാനങ്ങളുടെയും ഒരു ജലസമൃദ്ധിയുടെ പ്രധാനമായ ഒരു നദിയാണ് കബനി വറ്റി വരണ്ടുപോയി. കബനിയിൽ വെള്ളമുണ്ടാവാനും വയനാട്ടിൽ മഴ പെയ്യാനും വേണ്ടി കർണാടകക്കാർ ബീച്ചനഹള്ളി ഡാമിന് അടുത്ത് എല്ലാ വർഷവും പൂജ നടത്താറുണ്ട്. വയനാട്ടിൽ മഴ പെയ്യാനാണത്. അപ്പോൾ വയനാട്ടിൽ മഴ പെയ്താലേ കബനിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോഴേ കർണാടകയിലെ കൃഷി പോലും സമൃദ്ധമായിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്.
ഈ കബനി തന്നെ ഒരു വിഷയമാണ്. ഇങ്ങനെ അനേക വിഷയങ്ങൾ വയനാടിനെ കുറിച്ചുണ്ട്. ഇത് ക്രോഡീകരിച്ചൊരു ചെറുതാക്കിയെടുക്കാൻ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഒരു ഡോക്യുമെൻ്ററി ആകുമ്പോൾ വളരെ നീണ്ടുപോയാൽ അത് കാണാൻ പ്രയാസം ഉണ്ടാവും എന്നുള്ള സാങ്കേതികമായ ഒരു പ്രശ്നമുണ്ട്. എന്നാലും പറയാനുള്ളത് ഒരുവിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും സമഗ്രമായി സ്പർശിച്ചു പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്നും വിട്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. കാര്യം പിന്നെ അവിടുത്തെ കോറി പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കോറിക്കെതിരെ യുദ്ധം ചെയ്ത അവിടുത്തെ പ്രകൃതി സംരക്ഷണ സമിതിക്കാരെ കണ്ട് അവരുടെ വിഷയമെടുത്തിട്ടുണ്ട്. പിന്നെ പരമ്പരാഗതമായിട്ട് കൃഷിയെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും പറയാൻ പറ്റുന്ന ആദിവാസി ആയ ചെറുവയൽ രാമൻ എന്ന അയാളുടെ നല്ലൊരു വിവരണമുണ്ട്. കാലാവസ്ഥ എങ്ങനെയായിരുന്നു പഴയ കാലാവസ്ഥ, ഇന്ന് അതെങ്ങനെ മാറി. പിന്നെ ആദിവാസികൾ ഒരിക്കലും വന്യമൃഗങ്ങളെ വേട്ടയാടുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് കൃത്യമായി പറയുന്ന ആദിവാസികളുടെ ബൈറ്റുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? കാരണം ഈ അടുത്ത കാലത്തായിട്ടാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള വാർത്തകൾ കൂടുതലും പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അതിനൊരു കാര്യം, അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു വലിയ വിഷയമായി തോന്നാം. കാരണം പണ്ടും അവർ കൃഷി ചെയ്യാറുണ്ട്, അന്ന് അവർക്ക് ഇത്തരത്തിലുള്ള ഉപദ്രവങ്ങളില്ല. ഇതിനേക്കാൾ സങ്കുചിതമായ അവസ്ഥയിലാണ് അന്ന് അവർ ജീവിച്ചിരുന്നത്. അന്നൊന്നും ഈ പ്രശ്നങ്ങൾ വലിയ തോതിലില്ല. അന്തരീക്ഷം മാറുന്നു, ആളുകളുടെ ഇടപെടൽ മാറുന്നു, അതിനനുസരിച്ച് കൊണ്ട് നമ്മളെ കൊണ്ടുള്ള ഉപദ്രവം കൂടുന്നതിനനുസരിച്ച് അവർ പുറത്തേക്ക് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അവരുടെ ആവാസ വ്യവസ്ഥയെ തന്നെ മനുഷ്യൻ ഇടപെട്ട് മറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആദിവാസി വിഭാഗത്തിന് ആ ഒരു കാഴ്ചപ്പാട് അത് എത്രത്തോളം ഈ ബേണിംഗ് പാരഡൈസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? അതിലൊരു ബൈറ്റ്, അതായത് ചെട്ടിയാലത്തൂർ കോളനി എന്ന ഒരു കോളനിയിൽ ഞാൻ പോയിരുന്നു. അവിടെ ഇപ്പോൾ ആ കോളനിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അവിടെയുള്ള ആദിവാസികളെ അവർ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് 1 ലക്ഷം രൂപ മാറി താമസിക്കുന്ന 10 ലക്ഷം രൂപ മാറി താമസിക്കുകയാണെങ്കിൽ കൊടുക്കും. പക്ഷേ ആദിവാസികൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ തയ്യാറല്ല. മുഴുവനായിട്ടും മാറ്റുന്ന കാര്യമാണ്. കോളനി അവിടെ അധിക പേരൊന്നുമില്ല, ഒരു കോളനി, പിന്നെ കുറച്ച് വീടുകളാണ്. അവിടെ തീർത്തും ഒരു വനപ്രദേശമാണ്. അത് വനത്തിനകത്ത് ഒരു വീടൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടുന്ന് മാറി താമസിക്കാൻ ഈ ഓഫർ വെച്ചിട്ട് പോലും ആദിവാസികൾ തയ്യാറല്ല. അവർ നമ്മുടെ ആ ഡോക്യുമെൻ്ററിയിൽ അവർ കൃത്യമായി പറയുന്നുണ്ട്, 10 ലക്ഷം വേണ്ട, ഞങ്ങൾക്ക് കാട് മതി, ഞങ്ങൾക്കിവിടെ ചെറിയ തൊഴിലുണ്ട്, തൊഴിൽ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുളിക്കാൻ ഇവിടെ ചെറിയൊരു പുഴയുണ്ട്, ഒരിത്തിരി നടന്നാൽ അരി കിട്ടും, ഞങ്ങൾക്കത് മതി. അവസാനം ഒരു സ്ത്രീ പറയുന്നത്, ഞങ്ങൾക്കിവിടെ സ്വൈര്യമുണ്ട്, പുറത്തു പോയാൽ ഞങ്ങൾക്ക് സ്വൈര്യം കിട്ടുകയില്ല. അവർ നമ്മുടെ ഈ പുറത്തെ ലോകത്തെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾക്കാർക്കും ഇവിടെ സ്വൈര്യമില്ലല്ലോ, ഇവിടെ ചൂട്, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ. പക്ഷേ അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, അവർക്കതിൻ്റെ ഒരു മൂല്യത്തെക്കുറിച്ച് പുറം ലോകവുമായിട്ട് ഒത്തുചേർന്ന് ജീവിക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. കാരണം അവർ കാടിനോട് ഇഴുകിച്ചേർന്ന് ജീവിച്ച് ശീലിച്ചവരാണ്. അതിപ്പോൾ നമ്മൾ പോലും നമ്മളെ ചെറിയൊരു ചുറ്റുപാടിൽ നിന്ന് മാറി താമസിക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നഗരവികസനത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത്. മറ്റൊന്ന്, ഈ ആദിവാസികളെ വളരെയധികം ഇടപെട്ട് ഈ ഡോക്യുമെൻ്ററിയുടെ ഭാഗമായിട്ടൊക്കെ അവരുടെ ജീവിതത്തെ കൂടുതൽ അടുത്തറിഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഒക്കെ ഇടപെടൽ എത്രത്തോളം അവരെ ഉദ്ധരിക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്? അത്തരത്തിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ആദിവാസികൾക്ക് അവരുടെ സംസ്കാരത്തിനും ചുറ്റുപാടിനും വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണെന്ന് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞാൻ മുമ്പും ആദിവാസികളുടെ കൂടെ കോളനികളിൽ എത്രയോ ദിവസങ്ങൾ താമസിച്ചിട്ടുണ്ട്. കാര്യം ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവരുടെ ഫോക്ലോർ കളക്ട് ചെയ്തിരുന്നു, പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ പോയിരുന്നു കുറേ കാലം. അപ്പോഴും ഈ നിലമ്പൂർ ഭാഗത്തുള്ള കോളനികളിലൊക്കെ തന്നെ അവരുടെ സംസ്കാരത്തിനും അവരുടെ ഇത്രയും കാലമായിട്ട് അവർ ശീലിച്ച ആ ശീലങ്ങൾക്കും എതിരാണ് നമ്മുടെ എല്ലാ പ്രൊജക്റ്റും. അവരുടെ ജീവിതം കണ്ടുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടല്ല സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അവരുടെ ചുറ്റുപാടിൽ തന്നെ നിന്നുകൊണ്ട് സംസ്കരിച്ചെടുക്കാൻ ആയിരുന്നു ശ്രമിക്കേണ്ടിയിരുന്നത്. അതിന് പകരം അവരെ പെട്ടെന്ന് കോൺക്രീറ്റ് വീടുകൾ ഉണ്ടാക്കാനും അതിനകത്തേക്ക് താമസിപ്പിക്കാനും, പക്ഷേ ആ വീടുകളിലൂടെ അവർ ചൂഷണം ചെയ്യാനും കരാറുകാർക്ക് ഇഷ്ടം പോലെ പണം തട്ടാനുമുള്ള ഒരു സാഹചര്യമാണ് എല്ലാ സർക്കാരുകളും ഉണ്ടാക്കിയിട്ടുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഞാൻ അട്ടപ്പാടിയിലും കുറേ പോയിട്ടുണ്ട്, അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. അട്ടപ്പാടിയിൽ അവർ നേരത്തെ തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി ഉന്നയിക്കുക കൂടി ചെയ്തതാണ്. തീർച്ചയായിട്ടും വയനാട്ടിലൊരു പക്ഷേ അത്തരത്തിലൊരു ശബ്ദം ഉയർന്നു വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെ അതെ.
എന്തായാലും ബേണിംഗ് പാരഡൈസ് എന്ന് പറയുന്നത് കത്തിരിയുന്ന സ്വർഗത്തെക്കുറിച്ച് ഒരു വരും തലമുറയ്ക്കെങ്കിലും ഒരു ബോധവൽക്കരണത്തിന്റെ പാതയാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വയനാടിന്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ് എപ്പോഴും പല ഡോക്യുമെന്ററികളിലും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വയനാടിന് ഇത്തരത്തിലുള്ളൊരു ദുരന്ത മുഖം കൂടി ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ ബേണിംഗ് പാരഡൈസ്. ഭാവിയിൽ അത് കൂടുതൽ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്നുള്ളൊരു സൂചന കൂടി ബേണിംഗ് പാരഡൈസ് കാണിക്കുന്നുണ്ട്. ഏതായാലും ഇത് കൂടുതൽ ആളുകൾക്ക് ചർച്ച ചെയ്യാനും മനസ്സിലാക്കാനുമുള്ള ഒരു അവസരമാവട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ്. വളരെയധികം നന്ദി മോർണിംഗ് ഷോയിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. സന്തോഷം.